അന്ത്യകാല സംഭവങ്ങൾ 2 കാര്യം കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടത് 2 ദിവസം കൊണ്ട് പറയുവാൻ എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. 1, അന്ത്യകാല ലക്ഷണങ്ങൾ. 2, ഈ പ്രത്യേക കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവസഭയോടുള്ള മുന്നറിയിപ്പ്. ഈ 2 കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതിൽ പ്രാധാന്യമേറിയതാണ് 2ഉം. അന്ത്യകാല സംഭവങ്ങളെന്ന് പറയുന്നത് സുദീർഘമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളെ ശ്രദ്ധയോടെ ഇരുന്നാലും നമുക്ക് ചിന്തയ്ക്കായി എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 15 and 16. നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. സാധാരണ പെന്തക്കോസ്ത് കോളത്തിലെ ദൈവദാസന്മാരെല്ലാം പ്രസംഗിക്കാൻ എടുക്കുന്ന ഒരു നല്ല വാക്യമാണ്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. നമ്മുടെ ജോൺ സാർ ഈ പ്രസംഗത്തെക്കുറിച്ച് പല പ്രാവശ്യം പ്രസംഗിക്കുന്നതും പവർ വിഷനിൽ പ്രസംഗിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പൊതുലോകത്തിലോട്ട് ചെയ്യുന്നത് ദുഷ്കാലമാണെന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കത്തില്ല. കാരണം ഇന്നത്തെ സിസ്റ്റം അതാ. ഇന്നത്തെ ലോകം ദുഷ്കാലമാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മളത് പബ്ലിക്കിലോട്ട് പറഞ്ഞാൽ അവരിത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം മനുഷ്യവർഗത്തിൻ്റെ 6000 വർഷത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ സമയത്ത് നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ചരിത്രത്തെ പഠിക്കുമ്പോൾ 16-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടും അഥവാ 1948 ശേഷമുള്ള കാലങ്ങൾ 3 വിധത്തിലുള്ള പ്രത്യേകതയുണ്ട്. 3 സമാനമായ പ്രത്യേകതയാണ്. 16-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് അഥവാ 20-ാം നൂറ്റാണ്ടിലെ 2ാം പാദം എന്ന് പറയുന്നത് 1948 ശേഷമുള്ള ഈ കാലം. എന്താണെന്നറിയാവോ? രാഷ്ട്രീയം, ആത്മീയം, ശാസ്ത്രീയം. 16-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ പ്രത്യേകത, അന്ന് വരെ ലോകത്തിൽ ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ്. അപ്പോഴാണ് ബുദ്ധിമാന്മാരുടെയും ചിന്തകന്മാരുടെയും മനസ്സിലൊരാശയം ഉരുത്തിരിഞ്ഞു. ഈ രാജാക്കന്മാർക്ക് പകരം ലോകത്തിൽ എന്തെങ്കിലും ഒരു ഭരണ സംവിധാനം ഉണ്ടാകുമോ? ഇതിങ്ങനെ രാജാക്കന്മാരും മക്കൾക്കും കൊടുത്ത് ഇങ്ങനെ പോകുന്നത് ഒഴിച്ച് മറ്റൊരു സംവിധാനം ഉണ്ടാകുമെന്ന് അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയത്തിൻ്റെ പരിണതഫലമാണ് ഇന്ന് ലോകത്തിലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 98% രാജ്യങ്ങളിൽ നിലകൊണ്ടിരിക്കുന്ന ഡെമോക്രസി, ജനാധിപത്യം. 2, ശാസ്ത്രീയം. ശാസ്ത്രം പുരാതനമാണ്. കർത്താവിൻ്റെ ജനനത്തിന് 500 വർഷം മുൻപ് ശാസ്ത്രം സജീവമാണ്. ശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാരാ അരിസ്റ്റോട്ടിൽ, പൈത്തോക്രീസ് മുതലായവർ. നമ്മുടെ കർത്താവിൻ്റെ ജനന സമയത്തും അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ എൻ്റെ ചിന്തയിൽ ഇന്നത്തേക്കാൾ പ്രഗത്ഭന്മാരാണ്. കാരണം അന്ന് അവരുടെ ഇന്നുള്ള യാതൊരു ഉപകരണങ്ങളും ഇല്ല. ഒരു ഉപകരണമില്ലാത്ത ടൂൾസ്ലെസ് പീരീഡാണ്. ഉപകരണങ്ങളൊന്നുമില്ലാത്ത കാലത്തെ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ഇഷ്ടം പോലെ ഉപകരണങ്ങളുണ്ട്. എന്നാൽ അന്ന് യാതൊരു ഉപകരണമില്ലാത്ത കാലത്ത് ചക്രവാളത്തിൽ ഒരു നക്ഷത്രം പ്രത്യേകിച്ച് മിന്നിത്തിളങ്ങിയപ്പോൾ അവരത് ഗണിച്ചേച്ച് പറഞ്ഞതൊരു രാജപ്രവിയാണ്. നമുക്കതറിയാം അല്ലേ? അവരുടെ ആ ബുദ്ധി നിങ്ങൾ കേട്ടോണം. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിനെ നമുക്കൊന്ന് കാണണം എന്ന ചിന്തയിൽ അവർ യാത്ര ചെയ്തു. അവരെത്ര നാൾ യാത്ര ചെയ്തെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ അവർ 1 വർഷമേ യാത്ര ചെയ്തുള്ളൂ. പക്ഷേ 2 വർഷം എടുത്ത് യാത്രയ്ക്ക്. കാരണം നക്ഷത്രത്തെ കണ്ടുകൊണ്ട് വേണം യാത്ര തുടരാൻ, അല്ലാതെ രക്ഷയില്ല. അപ്പം നക്ഷത്രം രാത്രിയിൽ, പകലവർ റെസ്റ്റ് എടുക്കും, രാത്രിയിൽ സഞ്ചരിക്കും. അവരുടെ ആ ബുദ്ധി കേട്ടോണം. അങ്ങനെ ചെന്നൊരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ നക്ഷത്രത്തിൻ്റെ ചലനം നിന്നു. പിന്നെ നക്ഷത്രം മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെയാണ് രാജാവ് ജനിച്ചത്. അവരുടെ ആ ബുദ്ധിയിൽ അവരന്വേഷിച്ചു, ഇവിടെ ആരാണ് താമസക്കാർ ഈ നാട്ടിൽ, ബേത്ലഹേമിൽ. ഉടനെ മറുപടി കിട്ടി, യഹൂദന്മാർ. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അല്ലാതെ നക്ഷത്രത്തിൻ്റെ അടി ഫ്ലക്സ് ഒന്നുമില്ല. ഒരു രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. അതുകൊണ്ടാണ് അവർ നേരെ ചെന്ന് ഹെരോദാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കൽ ചെന്നത്. അന്നത്തെ കാലത്ത് സയൻസ് കർത്താവിൻ്റെ കാലത്തുണ്ടെങ്കിലും
16-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രം ചിറകു വിരിച്ചു. നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ് സർ ഐസക് ന്യൂട്ടൻ. ഞാനൊരു സത്യം പറയട്ടെ, അധികമാർക്കും അറിയാൻ മേല, അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹമാണ് ഈ ഭൂമിയുടെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു. തുടർന്ന് മാലപ്പടക്കം പൊട്ടുന്നത് പോലെയുള്ള വർഷങ്ങൾ ശാസ്ത്രം കണ്ടുപിടുത്തങ്ങളിലേക്ക് ഓടി. അതിനകത്താണ് മാർക്കോണി റേഡിയോ കണ്ടുപിടിക്കുന്നു. ഇന്നേക്ക് 250 വർഷങ്ങൾക്ക് മുൻപേ ബ്രിട്ടനിലെ ഒരു എഞ്ചിനീയറായ മൈക്കിൾ ഫെരഡേ ആണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലോകം ശാസ്ത്രത്തിൽ അങ്ങ് ഉയർന്നു. അങ്ങനെ ശാസ്ത്രം വളരെ വികസിച്ചു. 3, ആത്മീയം. 16-ാം നൂറ്റാണ്ടിൽ ആത്മീയത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സഭാചരിത്രം പഠിക്കുമ്പോൾ കാണാം. എഫെസോസ് കാലഘട്ടത്തിന് ശേഷം, സ്മരണയിലെ കഷ്ടകാലം കഴിഞ്ഞ് എഫെസോസ് തുയതൈര കാലഘട്ടത്തിൽ സഭകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സഭ ആത്മീയ അന്ധകാരത്തിൽ പോയെങ്കിൽ 16-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ഉറങ്ങിയ കാലഘട്ടമായിരുന്നുവെങ്കിലും 16-ാം നൂറ്റാണ്ടിൽ ഉണർവിൻ്റെ തീജ്വാലകൾ ഉയർന്നു. ആ 16-ാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടും സ്വർഗം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലയച്ച തീജ്വാല, അതിൻ്റെ തീജ്വാലയാണ് ഇന്നും ഈ നെടുമ്പുറത്തുള്ള ഈ അനുഗ്രഹമായ കൂടിവരവും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളും അന്നത്തെ തീ കത്തിയതിൻ്റെ തുടർച്ചയാണ്. ആ തീയാണ് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നത്. 3 കാര്യം നിങ്ങൾ നോക്കിയാൽ 1948 ശേഷം ഇതേ വ്യത്യാസം കാണാം. എന്താണെന്നറിയാവോ? 45 ശേഷമാണ് വ്യത്യാസം. സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന മഹാസംഭവം 1938 ആരംഭിച്ച് 45 തീർന്നു. 7 വർഷം. അമേരിക്ക കൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും 2 ബോംബ് വർഷിച്ചതോടെ ആ യുദ്ധം തീർന്നെങ്കിലും അതിൻ്റെ തിക്തഫലം അനുഭവിച്ചത് മുഴുവൻ യൂറോപ്പിലാണ്. യൂറോപ്പിലെ 50 രാജ്യങ്ങൾ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു. ഒരു ഏകദേശ കണക്ക് ഞാൻ പറയാം. 5.5 കോടി യുവാക്കന്മാർ കൊല്ലപ്പെട്ടു, പട്ടാളക്കാർ. ഏതാണ്ട് 11 കോടി യൂറോപ്പിലെ സുന്ദരികളായ പെൺകുട്ടികൾ വിധവമാരായി. 14 കോടി കുഞ്ഞുങ്ങൾ അംഗഭംഗി ഉള്ളവരോ അപ്പനില്ലാത്തവരായി തീർന്നു. 12 കോടി വൃദ്ധന്മാർ ആരുമില്ലാത്തവരായി. യൂറോപ്പ് മുഴുവൻ പട്ടിണിയിലേക്ക് കൂമിത്ത് വീണു. അപ്പോൾ 3 വ്യത്യാസങ്ങളിൽ നിന്നുണ്ടായി. 1, അന്ന് അതേ തുടർന്നുണ്ടൊരു കാര്യം ഇതുപോലെ 16-ാം നൂറ്റാണ്ട് പോലെ സംഭവിച്ചു. എന്താണെന്നറിയാമോ? രാഷ്ട്രീയമായുള്ള പ്രത്യേകത, 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ കൊളോണിയൻ ഭരണത്തിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെ ഇന്നത്തെ ലോകത്തിലെ 80% രാജ്യങ്ങളും 1945 ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ചു. രാഷ്ട്രീയം. ആത്മീയം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, പിന്മഴയുടെ കാലത്തെ യഹോവയോട് അപേക്ഷിപ്പീണെന്ന് പറഞ്ഞ പ്രകാരം 1948 ഒരു പിൻ പോയിന്റാണ്. കാരണം ഇസ്രായേൽ രാഷ്ട്രമായ ഒരു വർഷമാണ്. അതിനുശേഷമാണ് ഇന്ന് വരെ എല്ലാ എതിർപ്പുകളെയും താണ്ടി കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ വ്യാപിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. 1948 മുമ്പ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഹല്ലേലൂയ എന്ന് പറയുന്നവരുണ്ടോ? ഇല്ല. ഇന്നോ എല്ലായിടത്തുമായി. അങ്ങനെ ആത്മീയമായി സുവിശേഷീകരണം ഒരു ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായി. 1, രാജ്യങ്ങൾ കൊളോണിയൻ സ്വാതന്ത്ര്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി. ഇതെല്ലാം മറ്റൊരു കാര്യത്തിനാണ്. 2, സുവിശേഷീകരണം ശക്തമായി വർദ്ധിച്ചു. നമ്മളുടെ ഈ സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ സഭകൾ ലോകം മുഴുവൻ വളർന്നത് ഈ കാലഘട്ടത്തിന് ശേഷമാണ്. എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ തഴച്ചു വളർന്ന് ഫലം കായ്ച്ചു. 3, ശാസ്ത്രീയം. ശാസ്ത്രത്തിൻ്റെ കൈകൾ നീളുവാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്പിലുണ്ടായ ഭയങ്കരമായ പട്ടിണി. ഇതിനെ പരിഹരിക്കാൻ മാർഗമില്ലാഞ്ഞതുകൊണ്ടാണ് ശാസ്ത്രം വികസിച്ചത്. ഇന്ന് ആ ശാസ്ത്രം വികസിച്ച് ഇനിയൊരു എക്സ്പാൻഷന് സാധിക്കാത്ത വിധത്തിലായിക്കഴിഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, ഞാൻ നല്ലൊരു ഭാഷ പറയാം. നമ്മളൊരു ഗ്രാമത്തിൽ ജീവിക്കുന്നെങ്കിൽ ലോകം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ലോകത്തിലെ ഏത് വാർത്തയും തത്സമയം കേൾക്കുകയല്ല, കാണുക. നല്ലൊരു ഉദാഹരണം പറയാം. 1863 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ വാഷിങ്ടൺ DC-യിലെ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്.
ആ വാർത്ത അമേരിക്കയുടെ സഖ്യ കക്ഷികളും രാജ്യങ്ങളുമാകുന്ന യൂറോപ്പിൽ നവംബറിലാണ് ആ സംഭവം. ഇബ്രഹാം ലിങ്കൻ വെടിയേറ്റു മരിച്ചു എന്ന വാർത്ത അവരറിഞ്ഞത് 21 ദിവസത്തിന് ശേഷം കപ്പൽ യൂറോപ്പിൽ ചെന്ന യാത്രക്കാർ പറഞ്ഞാണ് അറിഞ്ഞത് അമേരിക്കയിലെ പ്രസിഡന്റ് വെടിവെച്ച് കൊല്ലപ്പെട്ടെന്ന്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ കഴിഞ്ഞിരുന്നു. അതേ അമേരിക്ക, അതേ യൂറോപ്പ് 98 വർഷം കഴിഞ്ഞു. 1963 അതേ അമേരിക്കയിലെ മറ്റൊരു പ്രസിഡന്റ് കെന്നഡി അമേരിക്കയിലെ സദേൺ സ്റ്റേറ്റിലായ ഡാളസിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വെടിയേറ്റ് മരിച്ചു. ആ സംഭവം കേൾക്കുകയല്ല, തത്സമയം യൂറോപ്പുകാർ നേരിട്ട് കണ്ടു. ഇനി അല്പം കൂടെ പറഞ്ഞാൽ അതും കഴിഞ്ഞ് ഒരു 60 വർഷം കഴിഞ്ഞപ്പോൾ 2024-25 ആയപ്പോൾ 2024-25 ആയപ്പോൾ ഇസ്രായേൽ ടാങ്കുകൾ ഹമാസിനെതിരായി അയക്കുന്നതും ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ കയറുന്നതും ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ ചെല്ലുന്നതും ഈ നെടുമ്പുറത്തെ ഗ്രാമത്തിലിരിക്കുന്ന അച്ചായൻ രാത്രി ചാരികസേരെ കിടന്ന് TV കൂടെ നേരിട്ട് കണ്ടു. നിങ്ങൾ ആ വ്യത്യാസം കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ലോകം വിരൽ തുമ്പിൽ. തീർന്നില്ല, ലോകം നമ്മുടെ കൈക്കുമ്പിളിൽ. ഏത് സാധനവും വാങ്ങുവാൻ ഒരു മാർക്കറ്റിലും പോകാതെ ബട്ടണമർത്തി മൊബൈലിൽ ഞെക്കിവിട്ടാൽ വീട്ടിൽ വരുന്ന കാലം. അതിനൊക്കെ ഒരു പുറകിലൊരു കാരണമുണ്ട്, സമയം ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാം. ഏത് സാധനങ്ങളും വീട്ടിൽ വരുന്നില്ലേ? ബട്ട് താമസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ലോകത്ത്, കേരളം മാത്രമല്ല, പരിഷ്കൃതമായ എല്ലാ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പരിഷ്കൃതമായ സിസ്റ്റത്തിൽ ദൈവകൃപയാൽ കേരളമാണ്. അതിനൊരു കാരണം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം എന്തുകൊണ്ട് കേരളം ഇത്ര ഡെവലപ്ഡായി. അത് ഞാൻ വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു. കേരളത്തിലെ ക്രൈസ്തവർ എങ്ങനെ ഇങ്ങനെ വന്നു? എനിക്ക് 87 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പുറകോട്ട് ചിന്തിച്ചു. എൻ്റെ ചെറുപ്രായത്തിൽ എന്തൊക്കെ ഒരു 80 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവർക്ക് കാര്യമായിട്ടുള്ള യാതൊരു പൊസിഷൻസ് ഒന്നുമില്ല. ഏതാണ്ട് 70% കർഷകരാണ് കേരളീയരായ ക്രിസ്ത്യാനികൾ. നമ്മൾ മറ്റു മതസ്ഥരെ പറയേണ്ട കാര്യമില്ല. 70% പേർ കൃഷിക്കാർ. ബാക്കിയുള്ളൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ സ്കൂളിലെ അധ്യാപകരാണ്. എന്നെ അന്നത്തെ കാലത്ത് പഠിപ്പിച്ച സാറിൻ്റെ ശമ്പളം എനിക്കറിയാം 10 രൂപ, ഹെഡ് മാസ്റ്റർക്ക് 12 രൂപ. കുറച്ച് പേരൊക്കെ അധ്യാപകരാണ്. വേറെ കുറച്ച് ക്രൈസ്തവർ അല്പം പഠിത്തം, സാധാരണ പഠിത്തം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10ാം ക്ലാസ് അഥവാ അന്നത്തെ ESLC എന്ന് പറയും. SSLC അല്ല, ESLC അല്ലെങ്കിൽ 6th പാസ്സായെന്ന് പറയും. അവർക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു കടയിലെ കണക്കപ്പിള്ള, ഇതൊക്കെയേ ഉള്ളൂ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ഒന്നും ക്രൈസ്തവർക്ക് വളരെ നാമമാത്രമായിട്ടാണ്. വളരെ നാമമാത്രമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിയാൽ അത് വളരെ ഭയങ്കര ആദരവാണ് കേൾക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ മാത്യുമ്മൻ്റെ അയൽവക്കത്തൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി പ്രശസ്തയായി മലയാളി ക്രൈസ്തവരുടെ. കാരണം അറിയാവോ, ആ സഹോദരി ദീനാമ പീലിപ്പോസ് എന്ന് പറയും. ആ സഹോദരി അന്നത്തെ എഡ്യൂക്കേഷൻ ഓഫീസറായി. അതിന് അന്ന് പറയുന്ന പേര് സ്കൂൾ ഇൻസ്പെക്ടർ എന്നാ. ഇന്ന് AEO എന്ന് പറയും. ഇന്ന് AEO എന്ന് പറഞ്ഞാൽ അത് നോക്കത്ത് പോലുമില്ല. എന്നാൽ അന്ന് ദീനാമ പീലിപ്പോസ് AEO ആയെന്ന് പറഞ്ഞപ്പോൾ, ഇൻസ്പെക്ടർസായെന്ന് പറഞ്ഞപ്പം ക്രൈസ്തവ ലോകത്തിൻ്റെ അതിശയം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കാര്യമായിട്ടുള്ള ജോലിയൊന്നും ഇല്ലായിരുന്നു. ഈ നമ്മളെങ്ങനെ ഡെവലപ്പായെന്ന് നിങ്ങൾ കേട്ടോണം. അങ്ങനെ വന്നപ്പോൾ ഗ്രാമങ്ങളാണല്ലോ അധികം, പട്ടണങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ താമസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ മേല. അന്നത്തെ താമസം വഴിയൊന്നുമില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ പറയും ഇടത്തുണ്ടെന്ന് പറയും, റോഡിൽ കൂടെ പോകും. പിന്നെ വീടെന്ന് പറഞ്ഞെന്നാൽ നമുക്കറിയാം, സാധാരണഗതിയിലുള്ള വീടെന്ന് പറഞ്ഞാൽ കട്ടിലിൽ കിടന്നാൽ ആകാശം കാണാം. നിങ്ങൾ ചോദിച്ചൊക്കെ എന്താണെന്ന് അല്ലേ? ആർക്കെങ്കിലും പറയാമോ എന്നാന്ന് കാര്യം? ഗുഡ്സ് കണ്ടോ. തറയെന്ന് പറയുന്നത് ഗ്രാനൈറ്റും അല്ല, സിമെൻറ്റും അല്ല, റെഡ് ഓക്സൈഡും അല്ല, ഒന്നുമല്ല. എന്താണെന്നറിയാമോ? യെസ്, ചാണകമാണ്. അന്ന് ഒറ്റ അമ്മച്ചിക്കും വാദമില്ല, ഇന്നെല്ലാ അമ്മച്ചിക്കും വാദമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, കട്ടിലേൽ കിടന്നാൽ, നമ്മൾ അന്നത്തെ കാലത്തെ കട്ടിലേ കയറി കിടന്നാൽ കട്ടിൽ നമ്മളെ സ്വീകരിച്ചെന്ന് പറയും ഒരു ശബ്ദത്തിൽ. എന്താണെന്നറിയാവോ? കയറുകെട്ടില്ല. ആ സാഹചര്യത്തിലാ വൈദ്യുതിയേ ഇല്ല. വൈദ്യുതി കേരളത്തിൽ തിരുവനന്തപുരത്തുണ്ട് വൈദ്യുതി.
പിന്നെ വളരെ കുറവാണ് വൈദ്യുതി, മണ്ണെണ്ണ വിളക്കാണ്. എങ്കിലും സന്ധ്യ ആകുമ്പോൾ ആ ഗ്രാമപാതകളിൽ കൂടിയോ റോഡിൽ കൂടിയോ പോയാൽ പോകുന്ന ആൾക്കാർക്കറിയാം. അന്ന് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണ്. നമ്മുടെ ആൾക്കാർ പെന്തിക്കോസുകാരില്ലെന്ന് വേണേൽ പറയാം, ന്യൂനപക്ഷമാണ്. പക്ഷെ ഇങ്ങനെ സന്ധ്യ ആകുമ്പോൾ പോകുമ്പോൾ, അക്രൈസ്തവർ പോകുമ്പോൾ അവരുടെ ഭാഷ കേൾക്കണോ? ഈ ഒരു ക്രിസ്ത്യാനിയുടെ വീട് കണ്ടാൽ പറയും ഇത് മാപ്പിളമാരുടെ വീടാണ്. എങ്ങനെയാണെന്നറിയാവോ? സന്ധ്യയ്ക്ക് അപ്പനും അമ്മയും നോക്കിക്കോണം. അന്നത്തെ കാലം അപ്പച്ചൻ ചാരികസേറയിരിക്കും, അമ്മച്ചി അപ്പച്ചൻ്റെ താഴെ തറയിലിരിക്കും. ഇന്ന് തിരിച്ചാ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പച്ചൻ ചാരികസേറയിലിരിക്കും, അമ്മച്ചി കൃത്യം അപ്പച്ചൻ്റെ താഴെ ഇരിക്കും. ഇന്ന് നേരെ ഓപ്പോസിറ്റായിരിപ്പേ. മക്കൾ അവിടെ എഴുതുന്നുണ്ട്, ഇന്നു പകൽ മുഴുവൻ കരുണയോടെന്നെ സൂക്ഷിച്ചവനെ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നു. ഈ പാട്ടുപാടി സങ്കീർത്തനവും പുതിയ നിയമവും വായിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം വന്നിട്ട് അത്താഴമുള്ളൂ. അതിൻ്റെ പരിണത ഫലമാണ് ദൈവം അനുഗ്രഹിച്ചു. കേരളത്തിലെ ക്രൈസ്തവർക്ക് നിങ്ങൾ ചരിത്രം പഠിച്ചാൽ കാണാം, ആദ്യം തുറന്നത് മഹാരാഷ്ട്രയിലെ മഹാനഗരമായ ബോംബെയുടെ വാതിലാണ്. നമ്മുടെ ക്രിസ്ത്യൻസിന് തുറന്നു കിട്ടിയത് ബോംബെ പട്ടണത്തിൻ്റെ വാതിലാണ്. ആദ്യമേ നമ്മുടെ ആളുകൾ ബോംബെയിൽ പോയി. അവിടുന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഗൾഫിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടി. അവിടുന്നാണ് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വാതിലുകൾ തുറന്നു കിട്ടി. പിന്നീട് ലോകമെമ്പാടും നമ്മുടെ ആളുകൾ പോയി. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി മാറി. ശരിയാണോ ഞാൻ പറഞ്ഞതിനകത്ത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ വീടുകളല്ല വസതികൾ. നോക്കിക്കേ, ദുഷ്കാലമാണോ? അതിമനോഹരമായ വീടുകൾ. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, നമ്മുടെ ഡെവലപ്മെൻറ്റിനൊക്കെ ചിന്തിക്കുകയും, ഞാനൊരു എഴുത്തുകാരനോ നോവലിസ്റ്റും കൂടെ ആയതുകൊണ്ട് ആ ചിന്തകളൊക്കെ എൻ്റെ മുമ്പിൽ വരും. അപ്പം ഞാൻ ഓർക്കും, ഒരു 100 വർഷം മുമ്പ് ജീവിച്ച ഒരു അപ്പച്ചനെ ഒന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ചെന്ന് സങ്കല്പിച്ചു. 100 വർഷം മുമ്പ് ജീവിച്ച അപ്പച്ചനെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് ഇന്നത്തെ വീടല്ല, ഇന്നത്തെ വീടിൻ്റെ ടോയ്ലറ്റ് കാണിച്ച അപ്പച്ചൻ തലകറങ്ങി താഴെ വീഴും. അന്നത്തെ അപ്പച്ചൻ്റെ ഭാവനയിലില്ലാത്തതാ. അത്ര മനോഹരമായ വാസസ്ഥലം. വസ്ത്രങ്ങൾ ശരീരത്തിൽ നിന്നും കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്രാപിക്കാനും നഗ്നത മറയ്ക്കാനും മാത്രമല്ല, വസ്ത്രങ്ങൾ മനോഹരമായി നമ്മളെ അലങ്കരിക്കുന്ന കാലം. ദുഷ്കാലമാണോ? കർത്താവിൻ്റെ കാലത്ത് ചോദിച്ചു, എന്തു തിന്നും എന്തുടുക്കും? അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്. യഹൂദന്മാരുടെ വീട്ടിൽ അപ്പം ഉണ്ടാക്കിയാൽ 6 മണിയാകുമ്പം കർത്താവിൻ്റെ ദാസൻ ജോൺ സാറ് ശക്തമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. യഹൂദൻ്റെ ഒരു ദിവസം 6 മണിയാകുമ്പോൾ അവസാനിക്കും. അന്ന് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നഷ്ടപ്പെടുത്താൻ ഒക്കത്തില്ല. മിച്ചം വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ക്രമിച്ചു പോകും. അപ്പം പ്രഷ്യസാ. അതിന് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഓരോ ഗ്രാമത്തിലൊരു പ്രധാനിയുണ്ട്, മൂപ്പൻ. ആ മൂപ്പൻ്റെ മാത്രം മുറിയുടെ പ്രധാന മുറിയിൽ 4 സ്ക്വയർ അടിയിൽ 3 അടി താത്തൊരു ഒരു കിടങ്ങ് പോലൊരു കുഴിയുണ്ട്. അതിനകത്ത് ഒലിവലയും മറ്റ് ഔഷധ ഇലകളും ഇട്ട് അതിങ്ങനെ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ പ്രത്യേക തരത്തിലുള്ള മൂടി വെക്കും. ആ മിച്ചം വന്ന അപ്പം മുഴുവൻ അവിടെ കൊണ്ട് കൊടുക്കും. അവിടെ എഴുതി വെക്കും, കുഞ്ഞമ്മ 3 അപ്പം, സാറാമ്മ കിഴക്കയിൽ 2 അപ്പം, അച്ചാമ്മ വട്ടപ്പറമ്പിൽ 1 അപ്പം. പിറ്റേ ദിവസം എടുത്തു കൊടുക്കും. അവിടെയാ കർത്താവ് പറഞ്ഞത്, ഒരാൾ എന്നെ സ്നേഹിതാ 3 അപ്പം വായ്പ തരണം അർദ്ധരാത്രിയിൽ. ആളാ കാലം അന്നേ. അതാണ് എന്ത് തിന്നും. ഇന്നോ ഏത് തിന്നും. ശരിയാണോ? ഫ്രിഡ്ജ് തുറന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആദ്യം ഇങ്ങോട്ട് ചാടും, തവള വരുന്ന പോലെ. അത് പുഷ് ചെയ്ത് അകത്ത് വെച്ചിട്ട് വേണം പുതിയത് വെക്കാൻ. ആ കാലമായില്ലേ? അതുപോലെ തന്നെ എന്തുടുക്കും. ഇവിടെ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ എത്ര വസ്ത്രങ്ങളുണ്ടെന്നറിയാമോ? അറിയത്തില്ല. അത്രമേൽ സുഭിക്ഷമായ കാലം ദുഷ്കാലമാണോ? മനോഹരമായ വാസസ്ഥലങ്ങൾ, സഞ്ചരിക്കാൻ സുഗമമായ വാഹനം. നമ്മളെ പെട്രോളെല്ലാം മാറി ഇലക്ട്രിക് കാറ് സഞ്ചരിക്കുന്നു. ഇതാ മാറാൻ പോകുന്നു. പുതിയ കാറ് വരുന്നു, പുതിയ പുള്ളി വരുന്നു. ഡ്രൈവർ ഇല്ലാത്ത കാറ് ദാ നിരത്തിലിറങ്ങുന്നു. ഡ്രൈവർ ഇല്ല. ദുഷ്കാലമാണോ? ഒരു ഡ്രൈവറും വേണ്ട. കയറി നാവിഗേറ്ററിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. ഇവിടുന്ന് അടിച്ചിട്ട് തിരുവനന്തപുരത്ത് പട്ടത്തിന്റെ വീട്ടിൽ കൊണ്ടുചെല്ലാൻ പറഞ്ഞാൽ ഒരാക്സിഡന്റും ഇല്ലാതെ ആ വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ആ കാറ് നമ്മളോട് ഇങ്ങോട്ട് പറയും, യു റീച്ച് ഹിയർ. അങ്ങനത്തെ ഒരു കാലം ഒത്തിരി പറയാനുണ്ട്. കാരണം മനുഷ്യനെ
ആകർഷിക്കുന്ന ആ മാർമിക വിഷയങ്ങൾ പറയുക. അതിസുന്ദരമായ യാത്രാ സൗകര്യങ്ങൾ. ഇന്ന് വൈകുന്നേരം നെടുമ്പുറത്ത് അത്താഴം കഴിച്ചാൽ നാളെ വൈകുന്നേരം ഭൂമിയുടെ മറുഭാഗത്തെ അമേരിക്കയിൽ പോയി അത്താഴം കഴിക്കാം. അത്രത്തോളം യാത്രാ സംവിധാനം. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ പോകാൻ ബൈ ട്രെയിൻ 8 മണിക്കൂർ മതി. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ പോകാൻ ബൈ എയർ 45 മിനിറ്റ് മതി. കാലം പുരോഗമിച്ചു, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ അന്തരാവയവങ്ങൾ കാറിന്റെ ടയർ മാറ്റിവെക്കുന്നില്ല, ആകവത്തോടെ മാറ്റിവെക്കുന്നില്ലേ? ഹാർട്ടും കിഡ്നിയും ലിവറും മാറ്റിവെക്കുന്നു. ഒന്നിനും ഒരു കുറവില്ല. പണം വേണ്ട, ഏത് കടയിൽ ചെന്നാലും കൊടുക്കുക, മേടിക്കുക. അല്ലേ? ബിസിനസ് കണ്ടില്ലേ? പണം. ഇതിൻ്റെ എല്ലാം പുറകിലൊരു മറ്റൊരു മർമ്മം വരുന്നു. അതിനാ മറ്റൊരു മർമ്മം വരുന്നു. എല്ലാ കടകളിലും ഒരു സൂത്രം വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഫോൺ കാണിച്ചു സാധനം മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നില്ലേ? കാലം മാറിയോ? ഇത് ദുഷ്കാലമാണോ? എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി. ഇനി ആരാധനയുടെ കാര്യം പറഞ്ഞാൽ പഴയ കാലത്തെ ബൈബിളും ആയിട്ട് ആരാധനയ്ക്ക് പോകുന്നു. ഇന്ന് അതും പിടിയല്ല, പലയിടത്തും പോയി. ആരാധനയ്ക്ക് പോകുന്നില്ല, വീട്ടിൽ ഇരുന്ന് ആരാധന കാണുക. പഴയ കാലത്തെ പ്രാർത്ഥനയും ഉപവാസവും ഉണ്ടായിരുന്നു, ഇന്നത് നാമമാത്രമായി. പഴയ കാലത്ത് ദൈവദാസന്മാരെ പുരോഹിതന്മാരെ കാണുമ്പോൾ ബഹുമാനം, ഇന്ന് അവർക്ക് തിരിച്ചു കാണുമ്പോൾ ഭയം. ഒരു റിവേഴ്സ് ചിന്താഗതി മനുഷ്യനിലെല്ലാം വന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസം ഏറ്റവും ഉയർന്ന സ്ഥിതിയിലായി, അതിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ നോക്കിക്കേ, ഇനി അടുത്തത് കേട്ടോണം. ഈ കാലത്തിന്റെ പ്രത്യേകത കുടുംബ ബന്ധങ്ങൾ ക്യാരക്ടർ പ്രോബ്ലമാ. മനുഷ്യന്റെ സ്വഭാവം മൂർഖനേക്കാൾ ഭയങ്കരമായി. ആത്മാർത്ഥത വറ്റി വരണ്ടു. ഒരു നദി വറ്റി ഉണങ്ങുന്നത് പോലെ സിൻസിയാരിറ്റി ഇല്ല. സ്നേഹം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. സ്വർഗം വിവക്ഷിക്കുന്ന സ്നേഹമില്ല. സ്നേഹം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. കുടുംബങ്ങൾ തകരുന്നു. നിങ്ങൾ 50 വർഷം മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ മലയാളി ക്രൈസ്തവരുടെ വിവാഹമോചനം കേട്ടിട്ടുണ്ടോ? ഒരു 30-35 വർഷം മുമ്പ് പെന്തിക്കോസ്തുകാരുടെ കേട്ടിട്ടുണ്ടോ? ഇന്നോ പത്രം എടുത്താൽ കാണാം, തൻ്റേതല്ലാത്ത കാരണത്താൽ. തൻ്റേതാന്ന് പറഞ്ഞാൽ വേറെ പെണ്ണിനെ കിട്ടത്തില്ല, അതിനങ്ങനെ. വിവാഹമോചനം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ 50-50യാ. 50% ഡിവോഴ്സിൽ പോകും. ഇവിടെയും ഏതാണ്ട് സമാനമായിട്ട് വരുന്നു. സ്നേഹം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ആത്മാർത്ഥത ഇല്ല. വെറും മെക്കാനിക്കൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ലവ്. മനുഷ്യർക്കിടെ ഒരു പ്രത്യേക സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നത് നിങ്ങളെ ഞാൻ കാണിക്കുക. മനുഷ്യർക്ക് വന്ന വ്യത്യാസമാണ്. സ്നേഹം മാറിക്കഴിഞ്ഞു, ആത്മാർത്ഥത മാറിക്കഴിഞ്ഞു. എല്ലാം കച്ചവട മനസ്ഥിതി, ബിസിനസ് മൈൻഡാണ് എല്ലാവർക്കും. കച്ചവട മനസ്ഥിതി. ഭക്തിയുടെ വേഷമുണ്ടതിൻ്റെ ശക്തിയെ ത്യജിച്ചു. ദൈവഭയം കുറഞ്ഞ്. എന്നാന്നറിയോ? ഈ ഡെവലപ്മെന്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം എല്ലാം കയ്യിലുണ്ട്. 50 നമ്മുടെ പെന്തിക്കോസ് പ്രസ്ഥാനം ആരംഭിച്ച ആ കാലഘട്ടത്തിലൊക്കെ അസുഖം വന്നാൽ ഉടനെ ദൈവദാസനെ വിളിക്കും, പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കും, സുഖമാവും. ഇന്ന് ദൈവദാസനെ ഒന്നും വിളിക്കത്തില്ല. ഫോൺ എടുത്ത് വെറുതെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയും. അവിടെ റൂം റെഡി, അങ്ങോട്ട് കൊണ്ടുചെല്ലും. ശരിയാണോ? എല്ലാവിധ മെഡിക്കൽ സയൻസും ഉള്ളതുകൊണ്ട് ദൈവത്തെ വേണ്ട. ദൈവത്തെ വേണ്ടാത്ത ചിന്തിക്കുന്ന ഒരു കാലം വന്നു. കാരണം ധനം പെരുകി. സമ്പത്ത് വർദ്ധിക്കുന്നത് പാപമാണെന്നല്ല, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുതെന്നാ. പാപം പെരുകി, അനാത്മീയത വർദ്ധിച്ചു. നേതൃത്വങ്ങളെ ഭയമില്ലാത്ത ഒരു കാലമായി മാറി. നിങ്ങളെ നടത്തുന്നവരെ അനുസരിപ്പിന്ന് ബൈബിൾ പറയുമ്പോൾ നടത്തുന്നവർ ജനത്തെ അനുസരിക്കേണ്ട ഗതികേടിലേക്ക് വരികയാണ്. സർവോപരി വൈദ്യശാസ്ത്രം അന്തരാവയവങ്ങളെല്ലാം മാറ്റിവെക്കുന്നെങ്കിലും മറ്റൊരു മാർമിക വിഷയം ഞാൻ പറയാം. ഇന്നത്തെ സിസ്റ്റത്തിൽ 40 വയസ്സ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത ഒറ്റ വ്യക്തിയില്ല. ശരിയാണോ? ചിന്തിച്ചു നോക്കിക്കോ. അത് പാപനിമിത്തമൊന്നുമല്ല. 10 കാരണങ്ങളാണ് രോഗം വരാൻ. 10 കാരണങ്ങളുണ്ട് രോഗം വരാൻ. അല്ല, പാപം ഒരു കാരണമാണ്. രോഗം വരാൻ 8-10 കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം ബൈ ബർത്ത്. ജന്മനാൽ വികലാംഗർ,
മന്ദബുദ്ധികളെ ബൈ ബർത്ത്. അത് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ്. കാരണം ആ സൈഗോട്ട് ഫീറ്റസ് തമ്മിൽ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജോയിൻ ചെയ്തപ്പോൾ ഏതോ വൈകല്യം സംഭവിച്ചുണ്ടാകുന്നതാണ് ജന്മനാൽ. 1. 2 ബൈ പാരമ്പര്യം, ഹെറിഡിറ്ററി, പാരമ്പര്യം കൊണ്ട് രോഗം. നമ്മള് ക്രൈസ്തവ സംസ്കാരത്തിൽ പറയുമ്പം അപ്പനും അമ്മയും മക്കൾക്ക് സ്വത്ത് വീതിക്കും. മൂത്ത മകന് നെടുമ്പുറത്തുള്ള സ്ഥലം, രണ്ടാമത്തെ മകന് എടത്തുവായിലുള്ളത്, ശരിയാണോ? മൂന്നാമത്തെ മകന് മാന്നാറുള്ളത്, നാലാമത്തെ മകന് അമ്മയുടെ ഡയബറ്റിക്ക്, അഞ്ചാമത്തെ മകന് അപ്പൻ്റെ വാദം. ഇതെല്ലാം വരും. എനിക്ക് എൻ്റെ അമ്മാച്ചന്മാർ തന്നിട്ടുണ്ട് സമ്മാനം. അവർ തന്ന ഡയബറ്റിക്ക് 2 അമ്മാച്ചന്മാർ എനിക്ക് തന്നതാ. പ്രൈസ്. അത് ഹെറിഡിറ്ററി, പാരമ്പര്യം കൊണ്ട് രോഗം വരാൻ 8 കാരണമുണ്ട്. ബൈ ബർത്ത്, ഹെറിഡിറ്ററി, പാപനിമിത്ത രോഗമുണ്ട്. അത് സത്യമാണ്. ബെഥസ്ദാക്കുളക്കരെ കിടന്നവന്റെ രോഗത്തിന്റെ കാരണം പാപമാണ്. വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് വരാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത്. 4-മത്തെ കാര്യം, നമ്മുടെ ഫുഡ് പാറ്റേൺ മാറി. നിങ്ങൾ അറിയുന്നില്ല, ഞാൻ അറിയുന്നില്ല. കാലത്തിന്റെ ഈ കുത്തൊഴുക്കിൽ, സംസ്കാരത്തിന്റെ മുന്നോട്ടത്തിൽ എന്ത് പറ്റിയെന്നറിയാവോ? ദൈവം ഏദൻ തോട്ടത്തിൽ 6 ദിവസം എല്ലാം സൃഷ്ടിച്ചിട്ട് ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണം മനുഷ്യർക്ക് വേണ്ടിയതെല്ലാം സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് ടെസ്റ്റ് ചെയ്തിട്ടാ. നല്ലതെന്ന് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് മനുഷ്യന് വേണ്ടിയതെല്ലാം സൃഷ്ടിച്ചിട്ട് ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് വേണ്ടിയതെല്ലാം സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ നോക്കിക്കേ, ഏദൻ തോട്ടത്തിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതൊന്നും ഇന്ന് ലോകത്തിലില്ല. ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച സാമ്പാറിലെ കഷണം ഏദൻ തോട്ടത്തിൽ തമ്പുരാൻ സൃഷ്ടിച്ച തക്കാളിക്കായും കാവേജും ഒന്നും അല്ല, അത് സയൻസിൻ്റെതാ. രാവിലെ അച്ചായം കഴിച്ച മുട്ട തമ്പുരാൻ ഏദൻ തോട്ടത്തിലിട്ട കോഴിയുടേതല്ല, അതേ ശാസ്ത്രത്തിൻ്റെ മുട്ടയാ. രോഗം വരുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ഒരു കോഴി 21 ദിവസം കഴിഞ്ഞ് വെളിയിലോട്ട് വരുമ്പോൾ നമ്മുടെ കൈയുടെ വലിപ്പമേ ഉള്ളൂ, കൊമ്പിളിൽ. വീണ്ടും ഒരു 21 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ 2 കൈയുടെ വലിപ്പത്തിലേ ഉള്ളൂ, 42 ദിവസം. പക്ഷെങ്കിൽ ഇന്ന് ശാസ്ത്രം സൃഷ്ടിക്കുന്ന കോഴി 42 ദിവസം ആകുമ്പോൾ 2.5 കിലോ ആവും. സിസ്റ്റം മനസ്സിലായോ? അതിടുന്ന മുട്ടയാ കഴിച്ചു വന്നത്. മുമ്പേ കുടിച്ച ചായ തമ്പുരാൻ സൃഷ്ടിച്ച പശുവിന്റെ പാലല്ല, അതൊക്കെ പോയി, സയൻസിന്റെയാ. ഇതുകൊണ്ടാണ് രോഗം. 5 ക്ലൈമറ്റ് മാറി. മനുഷ്യ 98.5 ഡിഗ്രിയിൽ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടിയുള്ള ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് രോഗം വരുന്നുണ്ട്. 6-മത്തെ കാര്യം, ഓവർ ഫുഡാ. 1500 കിലോറി 1700 കിലോറി മതി ഒരു മലയാളിക്ക്. നമ്മൾ അടിച്ചു കയറ്റി 2500. 7-മത്തെ കാര്യം, നോ എക്സസൈസ്. അത് ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് വരുന്ന രോഗം അതാ. ഒരു എക്സസൈസും ഇല്ല. പ്രാർത്ഥന, പാട്ട്, ഉപവാസം, ഭക്ഷണം, കിടക്കുക, ഉറങ്ങുക, പ്രാർത്ഥിക്കുക, പോയി ശരീരം അനങ്ങുന്നില്ല. എക്സസൈസ്. 8-മത്തെ കാര്യം, ടെൻഷൻ മാരകമായ രോഗം വരുത്തും. അടുത്ത കാര്യം, ഉറക്കമില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങളാൽ ഇന്ന് നോക്കിക്കേ, രോഗികളായി. ഈ വേറൊരു പ്രത്യേകത കേട്ടോണം, കഴിഞ്ഞ തലമുറ വരെ രോഗം വന്നാൽ സുഖമായി വീട്ടിൽ വരും. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ രോഗം സുഖമാകും, പക്ഷേ ഡോക്ടർ വീട്ടിലോട്ട് പറഞ്ഞു വിടുമ്പം ലൈഫ് ലോങ് മരുന്നും തരുന്നാ വിടുന്നത്. ഇന്നത്തെ രോഗത്തിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ലൈഫ് ലോങ് ആ. നമ്മുടെ എല്ലാം വീടുകളെല്ലാം ചെറിയ മെഡിക്കൽ ഷോപ്പുകൾ വരെയായി. രോഗികളുടെ കൂടാരമായി ലോകം മാറി. ഇനി പൊതുലോകത്തോട് ചെന്ന്, ഇത്രയും അക്രമവും വെട്ടിപ്പുള്ള ലോകമുണ്ടോ? രാഷ്ട്രീയ കോളത്തിൽ നോക്കിക്കേ, എന്താ സംഭവം? എവിടെയും അഴിമതി, സ്വജനപക്ഷപാതം, വർഗീയത. എവിടെ ചെന്നാലും എല്ലാം കച്ചവട മനസ്ഥിതി. രാജ്യങ്ങൾ തമ്മിലോ, ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അയൽ രാജ്യവുമായിട്ട് ശത്രുതയില്ലാത്ത ഒരു രാജ്യം? എല്ലാ രാജ്യത്തിലും അയൽ രാജ്യത്തോട് ബന്ധമില്ല. ഇനി ശാസ്ത്രത്തിന്റെ നല്ലൊരു സമ്മാനമാണ്, ഈ ലോകത്തെ 2 മിനിറ്റിനകം 12 പ്രാവശ്യം കത്തിച്ചു തീർക്കാനുള്ള ആറ്റമായുധവുമായിട്ട് അവരിയ്ക്കുന്നത്. എന്താണ് ഈ പ്രതിഭാസം? ഇപ്പോൾ മനസ്സിലായോ? ഇതിൻ്റെ മർമ്മമാണ് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത്. ഏതാണ് നാം നിൽക്കുന്ന കാലവേദ? സാധാരണ ഞാൻ എൻ്റെ യാത്രയിലും അനുഭവത്തിലൊക്കെ മനസ്സിലായത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ കുറവാണ്. അവരോടുള്ളപ്പോൾ കൂടുതൽ പറയാമായിരുന്നു.
എങ്കിലും മാതാപിതാക്കളെങ്കിലും അറിഞ്ഞിരിക്കണം, നമ്മുടെ കുട്ടികളെ ഈ മറ്റുള്ളവരെ ക്രൈസ്തവ കോളത്തെ നമ്മുടെ ചെറുപ്പക്കാരെ ഭക്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും കൊണ്ടുപോകാൻ സാത്താൻ ഉപയോഗിക്കുന്നൊരു ഭയങ്കര തന്ത്രമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലാകർഷിക്കുന്നുണ്ട്. മാതാപിതാക്കൾ അതറിയുന്നില്ല. അതറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് ഞാൻ പറയായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ യാതൊരു അതിർത്തി പരമ്പുകളുമില്ല. എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ ചിന്തക്കാരും ഉള്ളതിനകത്തെ പെന്തക്കോസ്തുകാരായ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മൈനോറിറ്റി, അഥവാ ക്രൈസ്തവരിൽ വചനമറിയാവുന്നവർ. ആ കുഞ്ഞുങ്ങളെ ഇവർ പറയും, എടാ നീയൊക്കെ സയൻസിൻ്റെ കാലമാണല്ലോ, എല്ലാ കുട്ടികളുടെയും കയ്യിൽ കമ്പ്യൂട്ടറും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ, ഞാൻ വചനത്തിലേക്ക് വരികയാണ്. ഇതെല്ലാം വചനത്തിൻ്റെ ഭാഗമാണ്. എങ്കിലും ഒരു ക്ലാസ് ആയതുകൊണ്ട് ഇത് പറയാൻ കൺവെൻഷൻ സ്റ്റേജിൽ പറ്റത്തില്ല. എല്ലാ കുട്ടികളുടെയും കയ്യിൽ കമ്പ്യൂട്ടറുണ്ട്. കമ്പ്യൂട്ടറിൽ മൊബൈലുണ്ട്, അതിനകത്ത് ഗൂഗിൾ ഇരിപ്പുണ്ട്. എല്ലാ ഇൻഫർമേഷനും ഗൂഗിളിൽ കിട്ടും. എല്ലാ ഇൻഫർമേഷനും ഗൂഗിളിൽ കിട്ടുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ വിളിച്ച് അവർക്ക് ടൈം കിട്ടുമ്പം അവരെ വിളിച്ചോ ചായയോ ഐസ്ക്രീം കൊടുത്തിച്ചോ, എടാ നീയൊക്കെ പറയും നിൻ്റെയൊക്കെ ബൈബിള് പഠിപ്പിക്കും 6000 വർഷമേ ആയുള്ളൂ ഈ ലോകം ഉണ്ടായിട്ട്, ആദാമിനെ ഉണ്ടായിട്ട് എന്നല്ലേ പഠിപ്പിക്കുന്നവർ പറയാം. ശരിയാ, ഞങ്ങളുടെ അച്ഛൻ അല്ലെ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു 6000 വർഷമേ ആയുള്ളൂ എന്ന്. എടാ ചുമ്മാ അബദ്ധമാണ്, വെറും അബദ്ധമാണ്, അതേ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവനെ പലയിടത്തും ഉണ്ടായ അനുഭവം നിങ്ങളോട് ഞാൻ പറയുക. പല കുട്ടികളും എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അവരുടനെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമല്ലേ, മൊബൈലിലെ ഗൂഗിൾ അങ്ങോട്ട് തുറക്കും, 4 അടി അടിക്കും. 4 അടി അടിച്ചേച്ച് കാണുന്ന പടം കേൾക്കണമോ? പുരാതന ആ ജീവികൾ, കെനിയോ ആന്ത്രോപ്ലോസ്, 35 ലക്ഷം വർഷം പഴക്കം. കെനിയോ ആന്ത്രോപ്ലോസ് 35 ലക്ഷം വർഷമുള്ള അസ്ഥിപഞ്ജരം. അടുത്തത് കേട്ടോണം, ലൂസിയ ഫോസിൽ, ശാസ്ത്രം ഇട്ടിരിക്കുന്ന പേരാ. 40 ലക്ഷം വർഷം പഴക്കമുള്ള അസ്ഥിപഞ്ജരം. പിള്ളേർ അന്തിക്കും. നമുക്ക് നിങ്ങൾക്ക് സുപരിചിതവാ. 30 ലക്ഷം വർഷം പഴക്കമുള്ള ജീവി ഡൈനോസർ. അത് ഇന്നും ലണ്ടനിലെ മ്യൂസിയത്തിൽ ചെന്നാൽ നമുക്ക് നേരിട്ട് കാണാം. 35 ലക്ഷം 40 ലക്ഷം വർഷം പഴക്കമുള്ള ഡിനോസർ. ഈ നമ്മുടെ ഈ ആരാധനാലയത്തിനേക്കാൾ നീളമുള്ള ഒറ്റക്കാലിൽ 10 അടി പൊക്കത്തിൽ നിൽക്കുന്ന ജീവി. ഇതെല്ലാം കാണിച്ചു ചോദിക്കുക, നോക്കടാ 35 വർഷം 40 വർഷം 43 ലക്ഷം വർഷം പഴക്കമുള്ള ചെടിയുടെ കൊണ്ട് ലോമോട്ടിൽ ടാൻസാനിക്ക കാർബൺ ടെസ്റ്റാണ്, കമ്പ്യൂട്ടർ തെളിയിച്ചു. 40-45 ലക്ഷം വർഷം പഴക്കമുള്ള ചെടി. എടാ ഇതെല്ലാം ഉള്ളപ്പം 6000 വർഷം മുമ്പ് മാതാവിനെ ഹുവായെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ കളിപ്പിക്കുകയാടാന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് സ്ലോ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റുന്നത്. ദൈവമക്കളെ അത് മനസ്സിലാക്കാൻ അവരെ പഠിപ്പിക്കണം. ഈ ഭൂമിക്ക് 530, ഞാൻ ഈ ഭൂമിയുടെ സിസ്റ്റം മാറുന്ന പറയാനായി പറയുന്നത്. എന്താണ് ഈ അന്ത്യകാലം? ഈ ഭൂമിക്ക് 530 കോടി വർഷത്തെ പഴക്കമുണ്ട്. സത്യമാണ്, അത് തെളിഞ്ഞു. 530 കോടി വർഷം മുമ്പേ ഈ ഭൂമി ഇല്ല. പകരം ഇവിടെ ഒരു അതിശക്തമായ, നമുക്ക് നിർണയിക്കാൻ മേലാത്ത വലിപ്പത്തിൽ ഒരു തീ കത്തിക്കൊണ്ടിരുന്നത് തീഗോളം. ആ തീഗോളത്തിന് സയൻസ് ഇട്ടിരിക്കുന്ന പേരാ എൽമ, YELM, എൽമ. ഒരു തീഗോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയേക്കാളൊക്കെ ഒരു 10-30 മടങ്ങ് വലിപ്പത്തിലൊരു തീ കത്തിക്കൊണ്ടിരുന്നു. സയൻസ് പറയുന്നു അതാണ് ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള തിയറി. ബിഗ് ബാങ് തിയറി, നെബുലാർ ഹൈപ്പോത്തസിസ് തിയറി, പ്ലാനറ്റ്സ് തിയറി, റഷ്യക്കാരുടെ റസൽ തിയറി. ഇതാണ് ഈ ഭൂമിയുടെ ഉൽപ്പത്തിയുടെ തിയറി. 4 തിയറി: നെബുലാർ ഹൈപ്പോത്തസിസ് തിയറി, ബിഗ് ബാങ് തിയറി, പ്ലാനറ്റ് സീമൽ തിയറി, റസൽ തിയറി. ഇതിൽ ബിഗ് ബാങ് തിയറിയാണ് പൊതുവെ അംഗീകരിച്ചത്. എല്ലാം തത്വത്തിലൊന്നാ. ബിഗ് ബാങ് തിയറിയാണ് ഞാൻ ഈ പറയുന്നത്. 530 കോടി വർഷം മുമ്പേ ഒരു വലിയ തീഗോളം കത്തിക്കൊണ്ടിരുന്നു. അടുത്തത് കേട്ടോണം, 29 സങ്കീർത്തനം 4 വാക്യം. അത് കഴിയുമ്പോൾ ആരെങ്കിലും വായിക്കണം. ഒരു വലിയ ശബ്ദമുണ്ടായി. എവിടെ നിന്നോ? ആ ശബ്ദത്താൽ ഈ തീഗോളം പൊട്ടിച്ചെതറി. അത് തണുത്തു. അതിലൊരു കഷണത്തിന്റെ പേരാണ് എർത്ത്, ഭൂമി. 530 കോടി വർഷം മുമ്പേ ഒരു തീഗോളം കത്തിക്കൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദമുണ്ടായി. ആ ശബ്ദം എവിടെ നിന്ന് സയൻസ് അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. ആ ശബ്ദത്തിൽ ഈ ഭൂമി, ആ തീഗോളം പൊട്ടിച്ചെതറി. അതിലൊരു കഷണം തണുത്തതാണ് ഭൂമി. വായിക്കാം 29. ഏഴാം വാക്യം വായിക്കാം. യഹോവയുടെ ശബ്ദം
അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. The sound of God splits the flame of fire. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഉണ്ടാകട്ടെ എന്ന് യഹോവ അരുളി ചെയ്തപ്പോൾ ഒരു തീജ്വാല പൊട്ടിച്ചെതറി തണുത്തതാണ് ഭൂമി. ആ ഭൂമിയെക്കുറിച്ച് അടുത്ത സയന്റിഫിക്കൽ എവിഡൻസ് കേട്ടുകൊള്ളുക. ഇത് 530 കോടി വർഷം മുമ്പേ. അപ്പോഴാണ് നമ്മൾ തിരുവചനത്തിലേക്ക് വരുന്നത്. അടുത്ത സയന്റിഫിക്കൽ തെളിവ് 6.5 കോടി വർഷം മുമ്പേ ഒരു മലയാളത്തിലെ ആകാശപ്പാറ അസ്ട്രോയിഡ് ഈ ഭൂമിയുടെ വടക്ക് ഭാഗത്ത് നിന്നും പാഞ്ഞു വന്നു. ഭൂമിയുടെ വടക്ക് ഭാഗത്ത് നിന്നും ബൈബിള് പഠിപ്പിക്കുന്നു, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും അവിടെ നിന്ന് കേട്ടോണം, ഒരാകാശപ്പാറ പാഞ്ഞു വന്ന് ഈ ഭൂമിക്കിട്ടിടിച്ചു. ഒറ്റയിടി സൈസ ഭൂമി ഞെട്ടി, ഉപരിതലം മുഴുവൻ കത്തി, സൂര്യൻ മാറിപ്പോയി, ജീവികളെല്ലാം ചത്തു, അന്ധകാരമായി, വെള്ളം കൊണ്ട് നിറഞ്ഞു. ശാസ്ത്രത്തിന്റെ ഭാഷ കേൾക്കണോ? ഭൂമി പാഴും ശൂന്യവുമായി. സയൻസ് വേടാ ഞാൻ പറയുന്നത്. ഭൂമി പാഴും ശൂന്യവുമായി. ഉൽപ്പത്തി 1:1 കാണാം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായി. ദൈവമക്കളെ, എന്താ കാര്യമെന്ന് നമുക്കറിയാം, അത് വായിക്കണമെന്നില്ല. യോബിന്റെ പുസ്തകം 38:4 കാണാം. എന്തിനാ വായിച്ചാട്ടെ, എന്തിന് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു? അടുത്ത വാക്യം, ഞാൻ ഭൂമിക്ക് ഒരു അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിനളവ് നൂൽ പിടിച്ചവനാർ? അടുത്ത വാക്യം, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കും. അറിയാമല്ലോ പ്രഭാത നക്ഷത്രങ്ങൾ. അടുത്ത വാക്യത്തിനകത്തുണ്ട് ദൈവപുത്രന്മാരെല്ലാം, അതായത് മാലാഖമാർ. അടുത്ത വാക്യം, സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അത് ഈ ഹോളെ മോഡിഫൈ ചെയ്ത് കർത്താവിന്റെ ദാസൻ ജോൺ സാർ അദ്ദേഹം മോഡിഫൈ ചെയ്തതിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പ്രാർത്ഥിച്ച് കഥക് തുറന്നപ്പോൾ അന്നിവിടെ കൂടിയവർ സന്തോഷത്തോടെ യഹോവയെ സ്തുതിച്ചില്ലേ, ഹല്ലേലൂയ പറഞ്ഞ് അകത്ത് കയറിയതുപോലെ യഹോവയായ ദൈവം ദൂതന്മാരുടെ സന്തോഷിച്ചപ്പോൾ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് എഹെസ്കേൽ 28 കാണാം. പ്രധാനപ്പെട്ട ഒരു ദൂതനായിരുന്ന ലൂസിഫർ എന്ന ആ സുന്ദരന് കൊടുത്ത ഭൂമിയാണ്. ആ ഭൂമിയുടെ പേരാണ് പ്രീ ആഡമിക് യൂണിവേഴ്സ്. ആദാമിന് മുമ്പുള്ള ഭൂമി. ഈ ഭൂമിക്ക് 7 സിസ്റ്റം ഉണ്ട്, അത് പറയാനാ. ആ ഭൂമി ലൂസിഫറിന് കൊടുത്തത് അവൻ്റെ ദൂതന്മാർക്കും. അതിന് പറയുന്ന പേരാണ് പ്രീ ആഡമിക് യൂണിവേഴ്സ്. ആ ഭൂമിയാണ് 6.5 കോടി വർഷം മുമ്പേ യഹോവയായ ദൈവം തകർത്തത്. കാരണം അവൻ പാപം ചെയ്തപ്പോൾ അവന് തേജസ് നഷ്ടപ്പെടുത്തുകയും അവന് കൊടുത്തിരുന്ന ഭൂമിയിൽ നിന്ന് അവനെ മാറ്റി ആകാശത്തിലേക്ക് മാറ്റുകയും അവന് കൊടുത്തിരുന്ന ഭൂമി അസ്ട്രോയിഡ് അടിച്ച് തകർത്ത് പാഴിശൂന്യവുമായി വെള്ളം കൊണ്ട് മൂടി. പ്രീ ആഡമിക് യൂണിവേഴ്സ്. 2, ഇതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. 6000 വർഷം മുൻപേ 6 ദിവസം കൊണ്ട് ഭൂമി കർത്താവ് രണ്ടാമത് ചെയ്തു. അതിൻ്റെ തെളിവാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി നിറവീൻ എന്ന് പറഞ്ഞത് നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാം. റീപ്ലനീഷ്, വീണ്ടും നിറവീൻ എന്ന. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയിൽ നിറവീൻ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ കാണാം റീഫിൽ ഓർ റീപ്ലനീഷ്. അതായത് മുൻപ് ഫില്ലായിരുന്നു ദൂതന്മാരുടെ സാന്നിധ്യത്താൽ. ആ രണ്ടാമത്തെ സിസ്റ്റം ആദമിക് യൂണിവേഴ്സ്. മൂന്നാമത്തെ സിസ്റ്റം ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം പറഞ്ഞു, ഭക്ഷിക്കരുതേ ഫലം. ഭക്ഷിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, നിന്നാൽ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ ഭൂമിക്ക് 7 സിസ്റ്റമാണ് ദൈവമക്കളെ. മൂന്നാമത്തെ സിസ്റ്റം കേഴ്സ്ഡ് യൂണിവേഴ്സ്. 1 ആദത്തിന് മുമ്പുള്ള ഭൂമി, 2 ആദാമിൻ്റെ ഭൂമി, 3 ശാപഗ്രസ്തമായ ഭൂമി. ശാപമായി ദൈവശാപം പറഞ്ഞപ്പോഴാണ് റോസച്ചെടിക്ക് മുള്ളു വന്നു, പാവയ്ക്കായ്ക്ക് കയ്പ് വന്നു, തെങ്ങിൻ്റെ മേളിൽ കള്ളു വന്നു, ശാപമായി മാറി. 4ാമത്തെ സിസ്റ്റം പാപം മുഴുത്ത ലോകത്തെ ഒരു കുടുംബത്തെ സ്പെയർ ചെയ്തുകൊണ്ട് ജലപ്രളയത്താൽ തകർത്തിട്ട്
നോഹയെ മാത്രം രക്ഷിച്ചിട്ട് പറഞ്ഞു, നീ സന്താനപുഷ്ടിയുള്ളവനെ പെറ്റുപെരുകി നിറയാൻ. അതാണ് നോക്കിക്കോണം, പോസ്റ്റ് ഫ്ലഡ് യൂണിവേഴ്സ്, പ്രളയാനന്തര ഭൂമി. ഞാൻ 4 സിസ്റ്റം പറഞ്ഞില്ലേ. 1 ആദത്തിന് മുമ്പുള്ള ഭൂമി, എഴുതിൻ്റെവർക്ക് എഴുതാം. 2 ആദാമ്യ ഭൂമി. 3 ശാപം നിറഞ്ഞ ഭൂമി. 4 പ്രളയാനന്തര ഭൂമി. നമ്മളിപ്പോൾ ജീവിക്കുന്നത് 4ാമത്തെ സിസ്റ്റത്തിൽ. നമ്മുടെ തലമുറയിൽ നമ്മളെ മാറ്റിക്കൊണ്ട് ഈ ഭൂമി മറ്റൊരു സിസ്റ്റത്തിൽ വരും, മഹോപദ്രവ ഭൂമി, ഡബിളിക് യൂണിവേഴ്സ്, 5ാമത്തെ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ നിങ്ങളും ഞാനിവിടെ കാണാൻ പാടില്ല. അതിനാണ് ഈ ഹോള് നിർമ്മിച്ചിരിക്കുന്നതും നമ്മളിവിടെ നിൽക്കുന്നതും. 5ാമത്തെ സിസ്റ്റം, പ്രൈസ് ദി ലോർഡ്, ഡബിളിക് യൂണിവേഴ്സ്, മഹോദ്രവ ഭൂമി. 6ാമത്തെ സിസ്റ്റം, സഹസ്രാബ്ദ ഭൂമി, 1000 ആണ്ട് വാഴ്ച. 7ാമത്തെ സിസ്റ്റം, വെളിപ്പാട് 21:1 കാണാം, പുതിയ ആകാശം പുതിയ ഭൂമി. ഇങ്ങനെ 7 സിസ്റ്റത്തിൽ നമ്മൾ നിൽക്കുന്ന ദുഷ്കാലം എന്ന് പറഞ്ഞെന്നാൽ ആ കാര്യത്തെക്കുറിച്ച് വിമർശിക്കേണ്ടത് നിങ്ങൾക്കെല്ലാം. ഈ കാലത്തെ നമ്മൾ പറയുന്നത് കൃപായുഗം. ഏത് പാപിക്കും ക്രിസ്തുവിൽ കൂടി സൗജന്യ രക്ഷ ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്യുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഈ കാലമാണ് കൃപായുഗം. ഈ കൃപായുഗം ഈ തലമുറയിൽ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന തലമുറയിൽ തീരും. കാരണം നമ്മുടെ കർത്താവ് വരുന്നതിൻ്റെ 21 അടയാളം കർത്താവ് പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, ഇത് മുഴുവൻ നിവർത്തിച്ചു കഴിഞ്ഞു. നമ്മുടെ തലമുറ കാണാൻ പോകുന്ന സംഭവം 3ാം ലോകമഹായുദ്ധമല്ല, അത് സംഭവിക്കും. എന്നാൽ ഈ അറേബ്യൻ കടൽ ഈ കേരളത്തിൻ്റെ പകുതി വിഴുങ്ങിയെടുക്കും. അമേരിക്കയിലെ ന്യൂയോർക്കും ഇംഗ്ലണ്ടിലെ ലണ്ടനും ഇന്ത്യയിലെ ന്യൂയോർക്കും നമ്മുടെ റാണിയായ കൊച്ചിയും എല്ലാ സമുദ്രത്തിൻ്റെ അടിയിലാകും. പക്ഷെങ്കിൽ അതിനു മുൻപ് നടക്കാൻ പോകുന്ന വലിയ സംഭവമാണ്, തനിക്ക് പ്രിയപ്പെട്ടതിനെ കർത്താവ് എടുക്കുവാൻ വരും. കർത്താവ് പറഞ്ഞ അടയാളം, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിവർത്തിച്ചു. നാം കൃപായുഗത്തിൻ്റെ ഒടുവിലത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. മേലിൽ ഏതായാലും ക്ലാസ്സായതുകൊണ്ട് മേലിൽ നടക്കുന്ന കാര്യം കൂടെ ഓടിച്ച് പറഞ്ഞിട്ട് പുറകോട്ട് വരുമ്പോൾ ക്ലാസ് വിഷയം തീർന്നില്ലെങ്കിലും ദൈവമക്കൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്കെല്ലാം സാധാരണഗതിയിൽ അറിയാം, കർത്താവ് വരും, സഭ എടുക്കപ്പെടും, നമ്മൾ സ്വർഗത്തിൽ പോകും, ഇത്രയൊക്കെ നമുക്കറിയാം. ബാക്കി എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, മേലാൽ എന്തു സംഭവിക്കുമെന്ന് വേദവസ്ത്ര തിരുവചനത്തിലില്ലാതെ ആർക്കും പറയാനൊക്കത്തില്ല. ശാസ്ത്രം തലകുലിക്ക് സമ്മതിക്കുന്നു. 98.5 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടുള്ള മനുഷ്യർക്ക് ഈ തലമുറ കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാനൊക്കത്തില്ലെന്ന്. അത് അവർക്കറിയാം. ഞാൻ സമയം പോലെ അത് പറയാം. അവർക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ ടെമ്പറേച്ചർ ക്രമീകരിച്ചിരിക്കുന്ന ദൈവം ഈ ഭൂമിയെ ക്രമീകരിച്ചിരിക്കുന്ന വിധം നിങ്ങൾ കേൾക്കണം. നമ്മളെ സോളാർ സിസ്റ്റത്തിലാണ്. ഞാൻ അല്പം കൂടെ താഴെ ഇറങ്ങി നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ കുഴപ്പമില്ല. നമ്മളെ സോളാർ സിസ്റ്റത്തിലാണ്. സോളാർ സിസ്റ്റത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്നറിയാമോ? ഇത് ക്ലാസ്സാ, അറിയത്തില്ല. 8 ഗ്രഹങ്ങൾ. 8 ഗ്രഹങ്ങളുടെ ലീഡറാണ് സൂര്യൻ. ഗ്രഹങ്ങൾ നമുക്കറിയാം അല്ലേ? ഭൂമി, ബുധൻ, കൊള്ളാം, ശുക്രൻ, ചൊവ്വ, വ്യാഴം, വെള്ളിയില്ല, അതൊരു ദിവസമാണ്. കണ്ടോ? ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇപ്പം ഇല്ല. അത് എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് തടസ്സം വരാതിരിക്കാനാണ് പ്ലൂട്ടോയെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയത്. 8 ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയൊരു ഗ്രഹമാണ് ഈ ഭൂമി. മറ്റേഴ് ഗ്രഹങ്ങൾക്കും ഊർജം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ്. നമുക്കും മറ്റ് ഗ്രഹങ്ങൾക്കില്ലാത്ത പ്രത്യേകത കേട്ടാണ് ഈ ഭൂമിക്ക് മാത്രം. ഒന്ന്, ഇവിടുത്തെ ചൂട് ആവറേജ് ഉണ്ടല്ലോ, ആവറേജ് 20 ഡിഗ്രി.
ഇന്ത്യയിലെ കേരളത്തിൻ്റെ ആവറേജ് ചൂട് 30, ഗൾഫിലെ ചൂട് 45, 50, പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ചൂട് മൈനസ്. ആവറേജ് ശാസ്ത്രം പറയുന്നത് എർത്തിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി, സൂര്യൻ്റെ ചൂടാണ്. നമ്മുടെ അയൽവക്കക്കാരൻ്റെ പേരാണ് ശുക്രൻ. അവൻ്റെ ചൂട് കേൾക്കണോ? 218 ഡിഗ്രി, ഒരേ സൂര്യൻ്റെ ചൂട്. വ്യാഴത്തിൻ്റെ ചൂട് 125 ഡിഗ്രി, ചൊവ്വയുടെ ചൂട് 130 ഡിഗ്രി. ഇങ്ങനെ എല്ലാത്തിൻ്റെയും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാം 125ൻ്റെ മേളിൽ. നമുക്ക് മാത്രം കറക്റ്റ് ആവറേജ് 20. ഈ ഭൂമിയിൽ മാത്രമേ കുടിക്കാൻ പറ്റിയ വെള്ളമുള്ളൂ. ഈ ഭൂമിയിൽ മാത്രമേ ശ്വസിക്കാൻ പറ്റിയ ഓക്സിജൻ ഉള്ളൂ. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ അല്ല. ഓക്സിജൻ നമ്മൾ പറയും. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ തമ്പുരാൻ 7 വാതകങ്ങളാണ് നമ്മൾ ശ്വസിക്കുന്നത്. അറിയാമോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. 70-50% നൈട്രജൻ, 20% ഓക്സിജൻ, 99, ബാക്കി 1% മാരകമായ വാതകങ്ങളാ. മിഥൈൽ, കാർബൺ, മിഥൈൽ, നിയോൺ, ഹീലിയം, ഇങ്ങനെ 7 വാതകങ്ങളാണ്. ആർഗോൺ. ഇവിടെ മാത്രമേ ഉള്ളൂ ഓക്സിജൻ. ഇനി അടുത്ത പ്രത്യേകത കേട്ടോണം. ഇവിടെ മാത്രമേ ഉള്ളൂ 12 മണിക്കൂർ രാത്രി. നമ്മുടെ അയൽവക്കക്കാരൻ, തൊട്ടയൽവക്കക്കാരൻ വീനസാ, ശുക്രനാ. അവന്റെ രാത്രി കേൾക്കണോ? ഒന്നിരുട്ടിയാ നേരം വെളുക്കാൻ 218 ദിവസം. അങ്ങോട്ട് പോയാൽ മതി, 2 ഉറക്കം, ഒരു ബർത്ത്ഡേ. അവിടെ 218 ദിവസം വേണം നേരം വെളുക്കാൻ. ഇവിടെ കറക്റ്റ് 12 hours. എന്തിനാ? നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ റെഡിയാക്കാൻ. ഈ പ്രപഞ്ചത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഗ്രീനറി. ഈ പ്രപഞ്ചത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ മണ്ണിനകത്ത് ബാക്ടീരിയ. തമ്പുരാൻ പറഞ്ഞു, നീ പൊടിയിൽ നിന്നും നിന്നെ എടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് നീ ഇത് ചേരണമെങ്കിൽ ബാക്ടീരിയ ഇല്ലെങ്കിൽ പറ്റത്തില്ല. ചന്ദ്രനിൽ കൊണ്ട് കുഴിച്ചിട്ട് ആ ബോഡി അവിടെ കിടക്കും. അറിയാമോ? അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ മനപ്രയാസം അതായിരുന്നു. ആ നീൽ ആംസ്ട്രോങ്ങും കോളിൻസും പോയി അമേരിക്കയിലെങ്ങാനും പോയി ചന്ദ്രനിലെങ്ങാനും പോയി വലിയ അപകടം ഉണ്ടായി മരിച്ചാൽ ആ രാജ്യത്തിന് ലജ്ജയാണ്. കാരണം അവിടെ യാതൊരു ബാക്ടീരിയ ഇല്ലാത്തതുകൊണ്ട് ആ ശവം അവിടെ കിടക്കും. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. അറിയാവോ? ഇവിടെ അങ്ങനല്ല. ഇവിടെ മാത്രം ബാക്ടീരിയ, ഇവിടെ മാത്രം ഗ്രീനറി, ഇവിടെ മാത്രം കുടിക്കാൻ പറ്റിയ വെള്ളം. എനിക്ക് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ വെള്ളം ഇവിടെ. ഇത് മുഴുവൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്താ? ഈ ലോകം മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്തൊരു യോഗമാകാൻ പോകുന്നു. കർത്താവ് ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമാണ് കൃപായുഗം. കൃപായുഗത്തിന്റെ ഒടുവിലത്തെ മണിക്കൂറുകളിൽ നമ്മൾ നിൽക്കുന്നു. നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ടെയിൽ എൻഡാണ്. നിങ്ങൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പാമ്പിനെ പോലെ, മത്തായി 10:16, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. ഈ കൃപായുഗം തീരുന്ന ഒരു തലമുറയിൽ ദൈവമക്കളാകുന്ന നമ്മുടെ ശ്രദ്ധയെ മാറ്റാനാണ് ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. അത് വേറൊരു ടെക്നോളജിയാണ്. ലോകം കൂടുതൽ കൺവീനിയൻസും ഭംഗിയുമാക്കുന്നതിന് 2 കാരണമാണ്. ഒന്ന്, ടു റൂൾ ഫോർ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന് ഈ ലോകം ഭരിക്കാനാണ്. 2, ലോകം വിട്ടു പോകരുതെന്നൊരു ചിന്ത നമുക്ക് വരണം. സ്വാഭാവികമായി നമ്മൾ ഹ്യൂമൻ ബീയിങ്. നാളെ സമയം ലഭിച്ചാൽ ഞാനത് പറയും. നമ്മുടെ ശരീരം ജഡമാണ്. നല്ല വസ്ത്രം, നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല വാഹനം, നോക്കിക്കേ, നല്ല ബാങ്ക് ബാലൻസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടപ്പോൾ നമുക്ക് ഈ ലോകം വിട്ടു പോകാൻ ഒരു മടി വരും, അല്ലേ? ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ? കൺവീനിയൻസ് കൂടി. എന്നാൽ അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇന്നത്തെ പ്രതിഭാസം നോക്കിക്കോണം. ഇന്നത്തെ മലയാളികളായിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു 60-65 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പണമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, സൗകര്യമുണ്ട്, പക്ഷെ അവർക്ക് ടെൻഷനാണ്. 60-65 വയസ്സ് കഴിയുമ്പോൾ പഴയ കാലത്തെ അപ്പച്ചന്മാരെ പോലെ അല്ല. അന്നൊക്കെ 10-20 രൂപ പെൻഷനാണ്. ഇന്ന് അതൊക്കെ അങ്ങോട്ട് മാറി. സൗകര്യം പോലെ ബാങ്കിൽ കാശ് കിടപ്പുണ്ട്, ബാങ്കിൽ പണമുണ്ട്, നല്ല നല്ല സുന്ദരമായ വീടുണ്ട്, വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പച്ചനും ടെൻഷൻ, അമ്മച്ചിക്കും ടെൻഷൻ. എല്ലാ കാര്യം സിസ്റ്റം മാറി പറയാനാണ്.
നിങ്ങളൊന്നും ഞാൻ ക്ലാസ് പോലെ എടുക്കുന്ന കൺവെൻഷൻ അല്ല, അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ്. എന്താ ഈ ടെൻഷൻ അറിയാമോ? പറയാം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന 2 സിസ്റ്റമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ഗ്രാമങ്ങളിലും ബാർ ഹോട്ടൽ, അടുത്തത് എല്ലാ ഗ്രാമങ്ങളിലും വൃദ്ധസദനം. ഇപ്പം മനസ്സിലായി അപ്പച്ചനും അമ്മച്ചിക്ക് ടെൻഷൻ തന്നെയാണ്. കാല് തിരുമണേ ബംഗാളി വരണം. കഴിഞ്ഞ തലമുറ കാല് തിരുമുന്നത് കൊച്ചുമക്കളാ. ഇന്ന് ബംഗാളി വന്ന് അവന് മനസ്സ് തോന്നിയാലേ തിരിയത്തുള്ളൂ. കാരണം സിസ്റ്റം എല്ലാം മാറി. ഒരു ഭാഗത്തെ, മറുഭാഗത്തെ നമുക്കെല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ, താമസ സൗകര്യം, ഭക്ഷണം, വസ്ത്രം, ടെലിഫോൺ, എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ഈ ലോകം വിട്ടുപോകാൻ ഒരു ചെറിയ മടി. ഇതാണ് ഡെവലപ്പിംഗ് ടെക്നോളജി. നമ്മൾ ഇതാണ് സംഖ്യ പുസ്തകത്തിലുണ്ട്. മോശയോട് ഇന്ന് 2 ഗോത്രക്കാർ പറയുന്നത്, ഞങ്ങളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകണ്ട, ഇവിടെ ഞങ്ങൾക്ക് പശുവിന് രൂപേന്യർക്കും ഗാദ്യർക്കും ആടുമാടുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവർ ചെന്ന് മോശയോട് പറയുകയാണ്, ഞങ്ങളെ അക്കരെ കൊണ്ടുപോകണ്ട, ഇവിടെ പുല്ലും വെള്ളവും കൊണ്ട് ഞങ്ങളിവിടെ കൂടിക്കോളാം. ഈ സ്ഥിതി നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ജാഗരൂകരാകണം. കൃപായുഗത്തിൻ്റെ ഒടുവിൽ വന്നിരിക്കുന്നു. മേലിൽ 10 കാര്യങ്ങളാണ്. അത് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഈ മേലിൽ സംഭവിക്കാൻ പോകുന്ന 10 കാര്യം? വായിക്കാം. വെളിപ്പാട് 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. യോഹന്നാന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ സ്വർഗത്തിലേക്ക് വിളിച്ചു, പത്മോസിൽ നിന്നും. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. വെളിപ്പാട് 2-3 പെന്തക്കോസ്തൽ ദിവസം വരെ ഇന്ന് വരെയുള്ള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തെ 6ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒടുവിലത്തെ ഫിലദൽഫിയ, ലവോദിക്യ ഒരേ കാലഘട്ടമാണ്. 16-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ക്രൈസ്തവ സഭയുടെ ക്യാരക്ടറാണ് ലവോദിക്യ, ഫിലദൽഫിയ. നമ്മുടെ കേരളത്തിലെ പമ്പാ നദി, പെരിയാർ, ഈ 2 നദിയും പുറപ്പെടുന്നത് സഹ്യപർവ്വതത്തിൽ നിന്നാണ്. പമ്പാ നദി നിങ്ങളുടെ സമീപത്താണ്. ഈ പമ്പാ നദി ഇവിടെ നിന്ന് ഒഴുകി മാന്നാറ് കഴിയുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ 2ആയിട്ട് പിരിയും. 2ആയിട്ട് പിരിഞ്ഞ് വേമ്പനാട്ടുകായലിൽ കയറും, അല്ലെങ്കിൽ തീരുന്നു. അതുപോലെ തന്നെ പെരിയാർ അവിടുന്ന് ഒരു നദിയായിട്ട് ഒഴുകി ആലുവ കഴിയുമ്പോൾ 2ആകും. 2ആയി അറേബ്യൻ കടലിൽ പതിക്കുന്നു. ഇതുപോലെ 16-ാം നൂറ്റാണ്ടിന് ശേഷം ക്രൈസ്തവ സഭ 2ആയിട്ട് സമാന്തരമായിട്ട് ഒഴുകുകയാണ്. 16-ാം നൂറ്റാണ്ടിലെ ഉണർവിൻ്റെ തീജ്വാലകൾ കാത്തു സൂക്ഷിച്ച് ആ വചനത്തിൻ്റെ ഭദ്രതയിൽ ജീവിക്കുന്ന ക്രൈസ്തവ സഭയാണ് ഫിലദൽഫിയ അനുഭവം. ആ അനുഭവമാണ് ഈ ഹോളിനകത്ത്. ഈ സഭ ഈ ലോകത്തിൽ ദൈവമക്കൾ സമാന്തരമായി ഒഴുകുന്നു. ഈ സഭ, ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സഭയല്ല, ഒരനുഭവമാണ്. ആ അനുഭവമുള്ള ദൈവമക്കൾ ഈ തലമുറയിൽ ഒഴുകി സ്വർഗത്തിൽ ചെല്ലും.